no. പകുതി ഭാഗം ഉപയോഗിച്ച് നിലവിലുള്ള ജലവിതരണം എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കാനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് 40 വർഷം പഴക്കമുള്ള ടാങ്കാണ്. വേറെ ഇഷ്യൂസ് ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. നമ്മൾ ഏതായാലും രണ്ടാമത് ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വാട്ടർ അതോറിറ്റിയുടെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി എടുത്തതിന്റെ കൂടെ ഒരു തേർഡ് പാർട്ടി ഒപ്പീനിയൻ എന്നുള്ള നിലയിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നൊരു ഒപ്പീനിയനും കൂടെ എടുത്തുകൊണ്ട് നമ്മൾ ലോഡ് ചെയ്യാന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. വർക്ക് ഓൾറെഡി അറേഞ്ച്ഡാണ്. അല്ല, നമ്മൾ ഇന്നലെ രാത്രി 2:30ക്കാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. 2:30ക്ക് ശേഷം ആണ് വെള്ള സപ്ലൈ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആലുവയിൽ നിന്നും മരടിൽ നിന്നുള്ളത് ഓഫ് ചെയ്തിട്ട് ഈ 1200 ആലുവയിൽ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ആലുവയിൽ നിന്ന് 3 പൈപ്പ് ലൈനുകൾ വഴിയാണ് എറണാകുളം കൊച്ചി നഗരത്തിലേക്ക് വെള്ളം എത്തുന്നത്. ഒരു 900 mm വ്യാസമുള്ള പൈപ്പ് ലൈനുണ്ട്, 1050 mm ഉണ്ട്, 1200 ഉണ്ട്. ഈ 1200 പൈപ്പ് ലൈനിലൂടെയാണ് നമ്മളുടെ ഈ കൊച്ചി നഗരത്തിലേക്കുള്ള ഈ തമ്മനം പമ്പ് ഹൗസിൽ വെള്ളം എത്തുന്നത്. അതിനെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. ബാക്കി 2 പൈപ്പ് ലൈനുകൾ വഴിയുള്ള ലൈനുകൾ വെള്ളം സപ്ലൈ തുടങ്ങിയിട്ടുണ്ട്. ഈ കൊച്ചി കോർപ്പറേഷന്റെ ഏകദേശം 30% ഭാഗത്തെയും അതുപോലെ ചേരാനല്ലൂർ പഞ്ചായത്തിനെയും ആണ് ഇത് ബാധിക്കുക. പേട്ട ഭാഗം തൃപ്പൂണിത്തുറ പേട്ട ഭാഗത്തേക്കുള്ള പമ്പിങ്ങിനെയും ചെറിയ രീതിയിൽ ഇത് അഫക്ട് ചെയ്യുന്നു.